അങ്ങനെ പുഷ്പ 2 ദ റൂൾ. പുഷ്പ नाम छोटा है लेकिन साउंड बहुत बड़ा. മതി, ഇത് ധാരാളം മതി. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. മനുഷ്യൻ ഇന്ന് ടെൻഷൻ അടിച്ച് ചാകും. ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? അതിനി എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ? എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേന്ന്. ഈ എസ് സുകുമാർ അണ്ണൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കണത്. അതെ, നീയാണോ? അതെ, ഞാനാണ്. നിങ്ങൾ എന്ത് നല്ല ഡയറക്ടറാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്തിനാണ് എടുത്ത് വെച്ചാൽ? അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. ഹലോ, എന്താ ഇത്ര വൈകിയത്? എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ വെച്ചത്? 3.5 മണിക്കൂർ എന്തിനി? കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആ ഫസ്റ്റ് തുടക്കമൊക്കെ എന്തിനായിരുന്നു? ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു? ആ സീൻ നമുക്കൊരു വെറൈറ്റി ഫസ്റ്റ് 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടം എങ്ങോട്ടാണ് പോണേന്ന്. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? അതല്ല, അത് പാട്ടൊക്കെ സപ്പാറ്. ഒരു കാര്യമില്ല. സാംസങ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. നന്നായിട്ടുണ്ട്. മാമം പാസം, മരുമോൾ പാസം. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിറക്കുകയൊക്കെ ചെയ്യണം. അഭിനയിച്ച് വിറക്കുകയാണ്. മറ്റേ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്ന് അതെന്തിരാ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഫസ്റ്റ് പാർട്ട് എന്ത് രസമായിട്ടാണ് നിങ്ങൾ എടുത്തത്. എങ്ങോട്ടാണാവോ? ഞാനല്ലേ പോണ്ടത്. ആ പടത്തിനൊരു രസം ഉണ്ടായിരുന്നു. അതിൻ്റെ പടത്തിൽ അവൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു റീസൺ ഉണ്ട്. ഇത് വെറുതെ ഒരു എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഇതിൻ്റെ തേർഡ് പാർട്ടുണ്ട്. എന്തിനാണ് തേർഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് തന്നെ സഹിക്കാൻ വയ്യ. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് പടം. ആ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണം എന്നുള്ള രീതിയിൽ പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ഉള്ള കാര്യം പറഞ്ഞ് ഒരു കൊതച്ച പടം. അതാണ് പുഷ്പ 2. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി കൊണ്ട്